നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ പട്ടം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂറോൺസ് അഥവാ ഞരമ്പുകൾ നശിച്ചു പോകുന്ന കാരണം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയെ പറ്റിയാണ്. ഇതിന് പാർക്കിൻസോണിസം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രായാധിക്യം മൂലം 60 വയസ്സിന് മേലിലുള്ളവരിലാണ് സാധാരണയായിട്ട് പാർക്കിൻസോണിസം കാണുന്നത്. അപ്പോൾ മറവി രോഗത്തിൽ ഓർമ്മയുടെ ഞരമ്പുകൾ നശിച്ചു പോകുന്ന പോലെ ചലനത്തിൻ്റെ ഞരമ്പുകൾ നശിച്ചു പോകുന്നതാണ് ഈ ഇഡിയോപ്പതിക് പാർക്കിൻസോണിസം രോഗത്തിൻ്റെ ഒരു കാരണം. ഇതുകൂടാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും, ഉദാഹരണത്തിന് തലച്ചോറിലെ ഫ്ലൂയിഡ് പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിൻസോണിസത്തിൻ്റെ സിംറ്റംസ് ഉണ്ടാവാം. അതുപോലെ അടിക്കടി തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, എസ്പെഷ്യലി ബോക്സേഴ്സിൽ നമുക്ക് അവരുടെ പ്രായമാകുന്ന അവസ്ഥയിൽ പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടാകാം. കീടനാശിനികൾ ഓർഗാനോഫോസ്ഫേറ്റുമായിട്ട് സമ്പർക്കം പുലർത്തുന്നവരിൽ, കാർബൺ മോണോക്സൈഡ് ഡീപ്പായിട്ടുള്ള കിണറിലൊക്കെ വർക്ക് ചെയ്യുന്നവരിൽ, അവരിലൊക്കെ ഈ പാർക്കിൻസോണിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാം. പ്രധാനമായിട്ട് 4 ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസത്തിനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിലെ കൈകാലുകളിൽ ഉണ്ടാകുന്ന വിറയൽ. ഇത് ഏതെങ്കിലും ഒരു വശത്തുള്ള കൈയിലോ കാലിലോ ആയിരിക്കും ആദ്യമായിട്ട് വിറയൽ കാണുന്നത്. രോഗി വിശ്രമം ചെയ്യുന്ന അവസ്ഥയിൽ ആയിരിക്കും ഈ വിറയൽ ഉണ്ടാകുന്നത്. ടെൻഷനുള്ളപ്പോഴോ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലോ ഈ വിറയൽ കൂടാം. അപ്പം രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് സാധാരണ ഒരു കൈയിൽ മാത്രമായിരിക്കും വരുന്നത്. അത് ക്രമേണ എല്ലാ കൈകാലുകളിലേക്കും വ്യാപിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷണമെന്ന് പറഞ്ഞത് പേശികളുടെ ദൃഢത അഥവാ സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ ഇത് കാരണം ജോയിൻറ്റ്സ് ചലിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഷോൾഡേഴ്സ് ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം തോൾ വേദന പാർക്കിൻസോണിസം രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. മൂന്നാമതായിട്ട് എല്ലാ കാര്യങ്ങളിലുള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വേറൊരു ലക്ഷണമാണ്. നാലാമതായിട്ട് ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ. നിരപ്പല്ലാത്ത തറയിൽ നടക്കുമ്പോഴോ ഇരുന്നിട്ട് എണീക്കുമ്പോഴോ ഒക്കെ വീഴാനുള്ള സാധ്യത ഇത്തരം രോഗികളിൽ കൂടുതലാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, വിറയൽ, പേശികളുടെ ദൃഢത, മൊത്തത്തിലുള്ള ഒരു സ്ലോനെസ്, ഒപ്പം ബാലൻസ് ഇല്ലായ്മ, ഇത് 4മാണ് പാർക്കിൻസോണിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് കൂടാതെ തന്നെ അവർക്ക് മുഖത്തെ പേശികളിൽ ദൃഢത വരുമ്പോഴത്തേക്കും ഇമോഷൻസ് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ പറ്റാതിരിക്കും. സങ്കടമായാലും ദുഃഖമായാലും അവരുടെ മുഖത്ത് ഒരേ എക്സ്പ്രഷൻസ് ആയിരിക്കും. അതുപോലെ കൈ അക്ഷരത്തിൻ്റെ സൈസ് ക്രമേണ കുറഞ്ഞു വരാം. ഇതിന് മൈക്രോഗ്രാഫിയ എന്ന് പറയും. കൂടാതെ നമ്മളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കൈ ആട്ടിയായിരിക്കും നടക്കുന്നത്. അതേസമയം പാർക്കിൻസോണിസം രോഗികൾ നടക്കുമ്പോൾ ഒരു റോബോട്ടിനെ പോലെ ആയിരിക്കും. അവരുടെ കൈകൾ അത്രയധികം ചലിക്കത്തില്ല. പ്രധാനമായിട്ടും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പാർക്കിൻസോണിസം ഉണ്ടാകും. ചിലപ്പോൾ സ്ട്രോക്ക് സംഭവിച്ചാൽ, ചലനത്തിൻ്റെ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥലത്ത് രക്തോട്ടക്കുറവ് വന്നാൽ പാർക്കിൻസോണിസം വരാം. അപ്പോൾ അങ്ങനെയുള്ളവരിൽ MRIയോ CTയോ എടുത്ത് നോക്കി അതാണോ കാരണം, അതുപോലെ ഫ്ലൂയിഡ് പ്രഷർ കൂടുന്നത് കാരണമാണോ പാർക്കിൻസോണിസം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് CTയോ MRIയോ എടുത്ത് നോക്കേണ്ടി വരും. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റില്ല. പക്ഷേ മരുന്നുകൾ കൊണ്ട് ഈ സിംറ്റംസ് വളരെയധികം നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഇത് മരുന്നുകൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗിയുടെ ചലനാവസ്ഥയെ പൂർണ്ണമായിട്ടും ബാധിക്കുകയും തീരെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രോഗി എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തലച്ചോറിനുള്ളിൽ ഡോപ്പമിൻ എന്നൊരു രാസവസ്തു കുറയുന്ന കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അത് മരുന്നായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കാലക്രമേണ ചിലപ്പോൾ മരുന്നുകളോട് രോഗികൾ കൃത്യമായി പ്രതികരിക്കാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രെയിനിനുള്ളിൽ ഇലക്ട്രോഡ്സ് സ്ഥാപിച്ച് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന സർജിക്കൽ ചികിത്സാ രീതി പാർക്കിൻസോണിസത്തിൻ്റെ ചികിത്സയിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതുകൂടാതെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ്. എല്ലാ പേശികളുടെ ദൃഢത മൂലം ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാ ജോയിൻസും ചലിപ്പിക്കുക, പ്രത്യേകിച്ച് സൈക്ലിംഗ് പോലുള്ള എക്സസൈസ് ഈ പാർക്കിൻസോണിസം രോഗികളിൽ വളരെ നല്ലതാണ്.